ഇപ്പൊ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിന്റെ കണ്ണീര് കണ്ടവരെ വിശ്വസിച്ചു. വിശ്വസിപ്പിച്ചു. അതെന്റെ കഴിവ്. ഞാൻ പറയുന്നതനുസരിച്ച് റോണി എന്തും ചെയ്യും. നിനക്ക് എന്താ വേണ്ടേ? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഈ വീട്ടിലേക്ക് ഞാൻ വന്നത് ഒരു ലക്ഷ്യവുമായിട്ടാ. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ നിങ്ങളുടെ വളർത്തുപുത്രനായ റോണിയും തമ്മിൽ അകറ്റണം. അതായിരുന്നു എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഞാൻ സാധിച്ചു. ഇതുകൊണ്ടൊക്കെ നിനക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലല്ലേ? നിങ്ങളുടെ കൊള്ളരുതായ്മകൾക്കും വൃത്തികേടുകൾക്കുള്ള ശിക്ഷ ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരും. ഇതൊന്നും നടക്കാൻ പോണില്ല. നടക്കും. നിങ്ങൾ വളർത്തി വലുതാക്കിയ റോണിയായിരിക്കും നിങ്ങളുടെ ജീവൻ എടുക്കാൻ പോകുക. പക്ഷെ അതിനു മുൻപ് ഒരുപാട് നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ കാരണം ഈ ലോകത്തു നിന്ന് ജീവിച്ച് കൊതി തീരാതെ പോയ ആത്മാക്കളും എന്റെ കൊണ്ട്. അവരെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നേ. മരിച്ചു പോയവരിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. അവര് നിങ്ങളുടെ ജീവൻ എടുക്കും. ജാനറ്റാ പറയുന്നേ. മാഡം, ജാനറ്റിനെ ഉടനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനിയും അറസ്റ്റ് വൈകിക്കാനാവില്ല. ടെററിസ്റ്റുകളുമായി ജാനറ്റിന് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ബാങ്കിൽ നടക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷനുകൾ പലതും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണെന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ വെറും തോന്നലുകൾ മാത്രമല്ലേ? അതങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല മാഡം. ജാനറ്റിന്റെ പല പ്രവർത്തനങ്ങളിലും അവ്യക്തതകളും ദുരൂഹതകളുമുണ്ട്. ഇതുവരെയുള്ള തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ജാനറ്റിന് തീവ്രവാദ സംഘടനകളുമായി വ്യക്തമായ ബന്ധമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ സക്കറിയ, നമുക്കൊരാളെ അറസ്റ്റ് ചെയ്യാൻ എന്ത് കാരണവും കണ്ടെത്താം. പക്ഷെ അതിന്റെ പേരിൽ ആ വ്യക്തി പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് ജാനറ്റിനെ പോലെ ഒരു പെൺകുട്ടി. എന്റെ അറിവനുസരിച്ച് ജാനറ്റ് മനഃപൂർവ്വം ആരും ഉപദ്രവിക്കില്ല. മാഡം, അതൊരു സോഫ്റ്റ് കോർണർ ടച്ച് അല്ലേ? യെസ്, അങ്ങനെങ്കിൽ അങ്ങനെ. ബട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം. ജാനറ്റിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കണം. ഷുവർ മാഡം. സ്നേഹ പ്ലീസ്, ഞാൻ അങ്ങോട്ട് ഒളിച്ചോടില്ല. സ്നേഹയുടെ മുൻപിൽ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി സമയം തരണം. ജാനറ്റ്, എന്റെ അവസ്ഥ കൂടെ നീ ഒന്ന് മനസ്സിലാക്കണം. ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്ന ഒരാള് മാത്രമാണ് ഞാൻ. എവിടൊക്കെ എന്തൊക്കെ നടക്കുന്നെന്നും അപകടകരവും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ എന്നും അപ്പപ്പ അറിയിക്കാന്നുള്ളത് എന്റെ ഡ്യൂട്ടി. അത് മറികടന്നിട്ട് എനിക്കാരെയും സഹായിക്കാനോ രക്ഷിക്കാനോ കഴിയില്ല. അറിയാം സ്നേഹ, പക്ഷെ എനിക്കിപ്പോ ആവശ്യപ്പെടാനുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രം. എന്നെ അറസ്റ്റ് ചെയ്ത ഇതുവരെയുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും പാഴായി പോവും. എന്നെ ഇത്രയധികം മനസ്സിലാക്കി വേറെ ആരും ഈ ലോകത്തുണ്ടാവില്ല. ആ നിലയ്ക്ക് എന്നെ കുറച്ചുകൂടി സഹായിക്കാൻ നിനക്കാകില്ലേ? ജാനറ്റ്, എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ നീ ചെന്ന് പെട്ടിരിക്കുന്നൊക്കെ വല്ലാത്ത വഴികളിലല്ലേ. ഒരു കണക്കിനും തിരിച്ചു വരാൻ പറ്റാത്തതാണ് വഴികളെല്ലാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എന്റെ ജീവിതം ഇപ്പൊ എനിക്ക് വേണ്ടി മാത്രമല്ല. ഈ ലോകത്ത് സങ്കടവും വേദനയും അനുഭവിക്കുന്ന ഒരാളും ഉണ്ടാകരുത്. അതാ എന്റെ പ്രാർത്ഥന. അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അതാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടവും. ഒരിക്കലും ക്രിമിനൽ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരാളല്ല നീ. താങ്ക്സ്. നീയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. ഇനിയും ഒരുപാട് ദിവസങ്ങൾ പിടിച്ചു നിൽക്കാനായിന്ന് വരില്ല. പോലീസ് ഏത് നിമിഷവും നിന്നെ തേടിയെത്താം. ആ ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. നിന്നെ സഹായിച്ചതിന്റെ പേരിൽ ഞാൻ അവസാനം കുഴപ്പത്തിലാവരുത്. ഇല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഇന്നുവരെ ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. സ്നേഹനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം ഒരിക്കലും ഒരു സങ്കടമാക്കി മാറ്റില്ല ഞാൻ.